ഇതാണ് എൻ്റെ ലോഗിൻ സ്ക്രീൻ വരുന്നത്. ലോഗിൻ സ്ക്രീനിൽ യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജിലോട്ട് വരും. ഹോം പേജിൽ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഓപ്ഷൻസ് ഉണ്ടാവും. റൂംസ് ക്രിയേറ്റ് ചെയ്യുന്ന റൂം കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. മാസ്റ്റേഴ്സിൽ റൂം കാറ്റഗറി ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. എ സി ആണോ നോൺ എ സി ആണോ അങ്ങനെയുള്ള കാറ്റഗറീസ്. ആ കാറ്റഗറീസ് അണ്ടറിൽ വരുന്ന റൂംസ് ഇവിടെ മാസ്റ്റേഴ്സ് തന്നെ റൂംസിൽ പോയിട്ട് നമുക്ക് റൂം നമ്പറും ഏത് കാറ്റഗറി ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ക്രിയേഷൻസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൂംസ് എല്ലാം ലിസ്റ്റ് ചെയ്യുന്നത് ഒരു റൂം ചാർട്ട് എന്നുള്ള ഓപ്ഷനിലായിരിക്കും. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള റൂംസും അതിൻ്റെ സ്റ്റാറ്റസും കാണാൻ പറ്റും. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് റൂംസിൻ്റെ കാറ്റഗറി, അതിൻ്റെ അണ്ടറിലുള്ള റൂംസും. അത് ഈ കളർ ചേഞ്ചസ് കാണിക്കുന്ന ഓരോ ഓപ്ഷൻസ് ആണ്. അതായത് റിസർവ് ആണോ, ഓക്യുപ്പൈഡ് ആണോ, അവൈലബിൾ ആണോ, ഹൗസ് കീപ്പിംഗ് ആണോ, അങ്ങനെയുള്ള ഓപ്ഷൻസ്. അതിന് ടോപ്പിൽ ആ കളർ ഏതിനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. റൈറ്റ് സൈഡിലോട്ട് കാണിക്കുന്നതെല്ലാം ഡേയ്സ് ആണ്. അതിൽ ഏതൊക്കെ ദിവസങ്ങളാണെന്നുള്ളത് അവിടെ കാണിക്കും. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിൽ ആരൊക്കെയാണ് ചെക്ക് ഇൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ മൗസ് പോയിന്റർ വെച്ച് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഒരു പുതിയൊരു ഗസ്റ്റ് വരുമ്പോൾ ചെക്ക് ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻസിൽ ചെക്ക് ഇൻ എടുക്കുക. ചെക്ക് ഇനിൽ ഓൾറെഡി ഉള്ള ഗസ്റ്റാണ് സ്ഥിരമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗസ്റ്റിനോട് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ഗസ്റ്റ് കൊടുത്ത് അത് ക്രിയേറ്റ് ചെയ്യാം. നാഷണൽ ആണെങ്കിൽ നാഷണൽ, ഫോറിനർ ആണെങ്കിൽ ഫോറിനർ കൊടുക്കുക, അവരുടെ പേര് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള ഓപ്ഷനിലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സ്റ്റാർ കൊടുത്തിരിക്കുന്നതെല്ലാം മാൻഡേറ്ററി ആണ്. അഡ്രസ്സ് കൊടുക്കുക, സ്ഥലം മാൻഡേറ്ററി ആണ്, ഫോൺ നമ്പർ കൊടുക്കുക. ബാക്കിയെല്ലാം ഓപ്ഷനിലാണ്. സ്ക്രോൾ ചെയ്ത് അതെല്ലാം ഫില്ല് ചെയ്ത് ഐഡൻറ്റിഫിക്കേഷൻ ടൈപ്പ് സെലക്ട് ചെയ്യാം. അതിൽ ഐഡൻറ്റി കാർഡ്, ആധാർ കാർഡോ എന്തെങ്കിലും ഐ ഡി പ്രൂഫ് എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ പിന്നെ അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഇവിടെ താഴെ നമുക്ക് ബ്രൗസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ക്രിയേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് കൊടുക്കുക. ഗസ്റ്റ് ആഡ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ആഡ് ചെയ്ത ഗസ്റ്റ് ഈ ലിസ്റ്റിൽ നിന്ന് ചൂസ് ചെയ്യുക. ഏത് റൂമാണെന്നുള്ള റൂം കാറ്റഗറി ചൂസ് ചെയ്യുക. നോൺ എ സി ആണെങ്കിൽ നോൺ എ സി. അതിന് അണ്ടർ വരുന്ന റൂം നമ്പർ സെലക്ട് ചെയ്യുക. റേറ്റ് കാര്യങ്ങളവിടെ ഡിസ്പ്ലേ ചെയ്യും, അത് ആഡ് ചെയ്യുക. അതുപോലെ ഈ ഗസ്റ്റിന് തന്നെ വേറെ റൂംസ് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ചൂസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ഡേറ്റുകൾ കൊടുക്കുക. എപ്പോഴാണ് ചെക്ക് ഇൻ ചെയ്തത് ഡേറ്റും അതിൻ്റെ ടൈമും കൊടുക്കുക. എന്നാണ് ചെക്ക് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റും കൊടുക്കുക, ടൈം കൊടുക്കുക. ഈ ഏജന്റ് അങ്ങനെയുള്ള ഓപ്ഷനാണ്. നമുക്ക് എന്തെങ്കിലും ഓൺലൈൻ ആപ്സ് വഴി വരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഏതൊരു വണ്ടിക്കാർ പറഞ്ഞിട്ട് വരുന്നതാണെങ്കിൽ അതും അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ എത്ര പേരാണ് സ്റ്റേ ചെയ്യുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഫില്ല് ചെയ്യാൻ മാൻഡേറ്ററി അല്ല, അതൊക്കെ ഓപ്ഷനാണ്. ഫില്ല് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ അഡ്വാൻസ് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അഡ്വാൻസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. പിന്നെ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്കൗണ്ട് അഡ്വാൻസ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മോഡ് ഓഫ് പേയ്മെൻറ്റ് ആ സമയത്ത് ഏതാണോ, ക്യാഷ് ആണോ കാർഡാണോ ഓപ്ഷൻ കൊടുക്കുക. ചെക്ക് ഇൻ പ്രിന്റ് വേണമെങ്കിൽ പ്രിന്റ് ടിക്കറ്റ് ആയിട്ട് സേവ് ചെയ്താൽ ചെക്കിൻ്റെ പ്രിന്റ് ഔട്ട് നമുക്ക് കിട്ടും. അതുപോലെ പ്രിന്റ് ഔട്ട് വരും. അത് നമുക്ക് പ്രിന്റ് വേണമെങ്കിൽ പ്രിന്റ് കൊടുക്കാം. ചെക്കിങ് കംപ്ലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ സേവ് കൊടുത്തപ്പോൾ തന്നെ അതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ട്രാൻസാക്ഷൻസിൽ ചെക്കൗട്ടിൽ പോയിട്ട് ഏതാണ് ഗസ്റ്റ്, ആ ഗസ്റ്റ് ഇവിടെ ചൂസ് ചെയ്ത് ആ ഗസ്റ്റ് താമസിച്ച റൂം നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ലോഡ് ചെയ്ത് വരും. എന്നിട്ട് ഡേറ്റ കാര്യങ്ങളെല്ലാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, ടൈമിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക. ടാക്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തോളും. താഴോട്ട് വന്നിട്ട് വേറെ എന്തെങ്കിലും അഡീഷണൽ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് മോഡ് ഓഫ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് കൊടുക്കുക. ഈ ബാക്കി എൻ്റർ ചെയ്ത് കൊടുത്തെല്ലാം ആഡാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാൽക്കുലേറ്റ് കൊടുക്കണം. കാൽക്കുലേറ്റ് കൊടുത്ത് കഴിയുമ്പോൾ അത് തന്നെ ആഡാവും. ലാസ്റ്റ് സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെക്കൗട്ട് കംപ്ലീറ്റ് ആവും. അതിൻ്റെ പ്രിൻ്റ് ഫോർമാറ്റ് പ്രിവ്യൂ വരും. അത് പ്രിൻ്റ് വേണമെങ്കിൽ ഇവിടുന്ന് പ്രിൻ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ റൂം ചാർട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. 202 എന്നുള്ള റൂം അവിടെ ഒക്യുപ്പൈഡ് ആയിരുന്നു. നമ്മളിപ്പോൾ ചെക്കൗട്ട് കൊടുത്തപ്പോൾ അത് ഹൗസ് കീപ്പിങ്ങിലോട്ട് പോയി. ആ ഡേറ്റിൽ 21, 20, 21 ഏത് ഗസ്റ്റ് ആയിരുന്നു എന്നുള്ളത് മൗസ് പോയിന്റർ അടച്ചാൽ കാണാൻ പറ്റും. ഓക്കെ,
നെക്സ്റ്റ് ആയിട്ട് നമുക്ക് റിപ്പോർട്ട്സ് കാര്യങ്ങൾ ഡെയിലിയുള്ള അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിപ്പോർട്ട്സിൽ ചെക്കിൻ റിപ്പോർട്ട് ആണെങ്കിൽ ചെക്കിൻ റിപ്പോർട്ട് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, ഏത് ഡേറ്റിലാണ് കണ്ട വ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിലുള്ള ചെക്കൗട്ടിൽ കാണിക്കും. നമുക്ക് എക്സലിൽ എടുക്കണമെങ്കിൽ എക്സലിൽ എടുക്കാം. എല്ലാ റിപ്പോർട്ടും ഇതുപോലെ തന്നെ സെയിം രീതി തന്നെ റിപ്പോർട്ട്സിൽ ചെക്കൗട്ട് റിപ്പോർട്ടാണ് ചെക്കൗട്ട് റിപ്പോർട്ട്, ഡേറ്റ് കൊടുക്കുക, വ്യൂ ചെയ്യുക. എക്സലിൽ വേണമെങ്കിൽ എക്സലിൽ എടുക്കാം. ഇനിയിപ്പോൾ റൂം ചാർട്ട് നമ്മൾ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് ചെക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ റൂംസ് ഹൗസ് കീപ്പിങ്ങിലോട്ട് പോകും. അപ്പോൾ അത് തിരിച്ച് ആക്റ്റീവ് ആക്കണമെങ്കിൽ, ബുക്കിങ്ങിന് വേണ്ടി ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അനാലിസിസ് എന്നുള്ള ഓപ്ഷനിൽ ഹൗസ് കീപ്പിംഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ സ്റ്റാറ്റസ് റെഡി ഫോർ യൂസ് കൊടുക്കുക. ഏത് റൂമാണ് റെഡി ആയിട്ടുള്ള ആ റൂം കൊടുക്കുക, സേവ് ചെയ്യുക. കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റൂം തിരിച്ച് റൂം ചാർട്ടിൽ ബുക്ക് ചെയ്യാൻ പാകത്തിന് വരുന്നുണ്ട്. 202 എന്നുള്ളത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നമുക്ക് റൂം ബ്ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അനാലിസിസ് തന്നെ ബ്ലോക്ക് റൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് റൂമാണ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് സേവ് ചെയ്താൽ പിന്നെ ആ റൂം ബുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് വരെ ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ബേസിക് ആയിട്ട് നമുക്ക് സർവീസ് വൗച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ വൗച്ചറിൻ്റെ ഓപ്ഷൻ വന്നിട്ട് റിസിപ്റ്റ് ആണെങ്കിൽ റിസിപ്റ്റ്, പേയ്മെൻ്റ് ആണെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കാം. ബേസിക് അക്കൗണ്ട്സ് പർപ്പസിന് വേണ്ടി മാത്രം ഉള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്.